ഇപ്പം ചൂരൽമലയിലേക്കാണ് പോകുന്നത്. അവിടെ ഇതിനകം തന്നെ എല്ലാ സംഘങ്ങളും അവരുടെ ജോലി ഏറ്റെടുത്തുകൊണ്ട് ഫീൽഡിലേക്ക് പോയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പുതിയ സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിച്ച് ആ കാര്യത്തിൽ ആവശ്യമായ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ജില്ലാ കളക്ടർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കൂടിയാലോചിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ സംഭവ സ്ഥലങ്ങൾ, ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്ന സംഭവ സ്ഥലങ്ങൾ സന്ദർശിക്കണം. നല്ല മഴയുണ്ടെങ്കിൽ അത് നോക്കിയിട്ട്, കാലാവസ്ഥ നോക്കിയിട്ട് അതൊക്കെ സന്ദർശിക്കണം. അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ പ്രധാന ജോലി ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുകയും അത് കുറ്റമറ്റ വിധത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് മന്ത്രിസഭാ ഉപസമിതി ഇവിടെയുള്ളത്. ആ ഉറപ്പുവരുത്തുന്നതിന് ഭാഗമായി ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ഓരോ സ്ഥലത്ത് പോയി എന്തൊക്കെയാണ് നടക്കുന്നത്, അത് ക്യാമ്പുകളിലായാലും റെസ്ക്യൂ പ്രവർത്തനങ്ങളൊക്കെ കുറിച്ച് എന്തൊക്കെയാണ് വേണ്ടത് നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ തമ്മിൽ ഡിവൈഡ് ഒരു പങ്കുവെച്ചുകൊണ്ടുള്ളൊരു പരിശോധന ഞങ്ങളും നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഞങ്ങൾ പോകാനുള്ളത്. നമ്മുടെ ഈ ഉരുൾപൊട്ടിയ സ്ഥലം അല്ല, അതൊന്നും ഇപ്പം ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ഈ ജീവൻ രക്ഷിക്കാൻ കഴിയാൻ നോക്കുക, ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക, കാണാതായവരെ കണ്ടെടുക്കുക, അവരെ സംബന്ധിച്ച ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. അങ്ങനെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മാത്രമാണ് മറ്റുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായി നമ്മൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്, അതിനാണ് മുൻഗണന. രണ്ടാമത്, ഇപ്പം കിട്ടിയിട്ടുള്ള മൃതദേഹങ്ങളുണ്ട്. മൃതദേഹങ്ങളിൽ പലതിനും പിന്നെ അത് തിരിച്ചറിയാനോ ഏറ്റെടുക്കാനോ ഉള്ള ചിലപ്പോൾ ബന്ധുക്കൾ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു കൂടിയാലോചന കൂടി നടത്തേണ്ടതുണ്ട്. അപ്പോൾ അടിയന്തരമായി വേണ്ടി ആദ്യം രക്ഷപ്പെടുത്താൻ നോക്കുക, അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ക്യാമ്പിലുള്ളവർക്ക് ചികിത്സയും ഭക്ഷണവും കൃത്യമായി എത്തുന്നുണ്ടോ നോക്കുക. ഈ 3-4 കാര്യങ്ങൾക്കാണ് ഞങ്ങളുടെ ശ്രദ്ധ ഇപ്പോഴുള്ളത്. മറ്റതൊക്കെ ഭാവിയിൽ 2 ദിവസം വൈകിപ്പോയാലും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇപ്പം ചെയ്യേണ്ടതും ഇന്ന് ചെയ്യേണ്ടതുമായ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് എല്ലാം ചെയ്യുന്നവർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൃത്യത ഉറപ്പുവരുത്തണമെങ്കിൽ ഇതേപോലെ അജണ്ട തീരുമാനിക്കുക, വർക്ക് മാപ്പ് ഉണ്ടാക്കുക, ആ അജണ്ടകൾക്കനുസരിച്ച് വർക്ക് മാപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം.